ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. നിസ്സഹായരായ കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് എപ്പോഴും യുദ്ധത്തിന്റെ ഇരകളായി മാറുന്നത്. ഈ യുദ്ധത്തിലും അനേകം കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ജീവൻ നഷ്ടമായി കഴിഞ്ഞു. വിനാശകരമായ ഈ പോരാട്ടം നയിക്കുന്നവർ മനുഷ്യവംശത്തിന്റെ ഭാവിയോടാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും വൈകാതെ ഈ ഹീനമായ കുറ്റകൃത്യം അവസാനിപ്പിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച സമാധാന സംഗമ സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു MP. ഇറാനെ അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇറാനും അമേരിക്കയുമായി ജൂൺ മാസത്തിൽ ആരംഭിച്ച ആണവ കരാറിനെ കുറിച്ചുള്ള ആ ചർച്ച ഫലപ്രദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 6ാം വട്ട ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ പൂർത്തിയാക്കാനിരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇസ്രയേൽ ഈ അമേരിക്കയുടെ സഹായത്തോടു കൂടി അവിടെ കടന്നു കയറിയത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ യഥാർത്ഥ വിഷയം ആണവ കരാറോ ആണവ നിലയങ്ങളോ ഉണ്ടാക്കലോ അല്ല. ആണവ കരാർ ഉണ്ടാക്കുന്നു, ലോക സമാധാനത്തെ ഇറാൻ ഭംഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ല ആരോപണം. ഇറാൻ്റെ എണ്ണഖനികളാണ് അമേരിക്കയുടെ ലക്ഷ്യം. ആ എണ്ണഖനികൾ ലക്ഷ്യം വെച്ച് വെനസ്വേലയെ കയ്യിലെടുത്ത പോലെ അവിടുത്തെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ച് വെനസ്വേലയിൽ ഒരു കാവൽ മന്ത്രിസഭയെ സൃഷ്ടിച്ച പോലെ ഇറാനിലും ഒരു കാവൽ മന്ത്രിസഭയെ സൃഷ്ടിച്ച് അമേരിക്കയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവ ഗവൺമെൻറ്റിലൂടെ അമേരിക്കയുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാനാണ് ഈ ഇറാനെ ആക്രമിച്ച ഇസ്രയേലിനെ സഹായിക്കുന്ന ഒരു സമീപനം ഈ അടുത്ത കാലത്ത് സ്വീകരിച്ചത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നൽ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC ഭാരവാഹികളായ സാജിദ് മവൽ, BP പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് PV സുരേഷ്, ഹരീഷ് P നായർ, K ഗാലിദ്, നേതാക്കളായ ഉമേശൻ വേളൂർ, മധുസൂദനൻ ബാലൂർ, KK ബാബു, V ഗോപി, ഡോക്ടർ KV ശശിധരൻ, M കുഞ്ഞികൃഷ്ണൻ, CV ഭാവനൻ, മനോജ് തോമസ്, V രാധാകൃഷ്ണൻ, DM സുകുമാരൻ, അർജുനൻ തായലങ്ങാടി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, K കുഞ്ഞിരാമൻ മാസ്റ്റർ, എക്കാൽ കുഞ്ഞിരാമൻ, വിമല കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.